മുഖലക്ഷണമെന്ന് പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. റൈറ്റർ ഡയറക്ടർ എസ് എൻ സ്വാമി. ഒറിജിനൽ സ്കോറും മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയ്. എന്നാൽ എൻ്റെ ബിജോയ് അണ്ണ നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ജേക്സ് ബിജോയുടെ പരിപാടിയോട് കൂടിയാണ് തുടങ്ങുന്നത്. സിനിമ, സാക്സോഫോണോ വേറെ എന്തൊക്കെയോ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല തലവേദന എടുപ്പിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെയോ ശബ്ദങ്ങൾ. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായം വല്ല പണിക്ക് പോയിക്കൂടെ. പ്രധാന ക്യാരക്ടേഴ്സിന്റെ ഇൻട്രോ ആണ്, അതും വിത്ത് സോങ്. സോങ്ങിന് ഒരു പഞ്ഞുമില്ല, അതും ഒരു കൂതറ സോങ്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അവിടെ കെട്ടുന്ന വരികയാണ് ധ്യാൻ, ജേക്കബ് ഗ്രിഗറി, പിന്നെ അപർണ ദാസ്. ഇവരാണ് മൂവർ സംഘം. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. സൂപ്പർ. അതിന്റെ കൂടെ കലേഷ് രാമാനന്ദ്. കലേഷ് രാമാനന്ദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഗാനം ഒരു വഴിക്ക്, നായികയുടെ ലിപ്സ് വേറെ വഴിക്ക്. അത് പാട്ട് പാടുമ്പോൾ മാത്രമല്ല, ഡയലോഗ് പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. സെക്കൻഡ് ഹാഫിൽ നായികനെ കാണാനേ ഇല്ല. നായിക അത്രയും പ്രാധാന്യമുള്ള നായിക എവിടെ പോയി? കാറ്റുകൊണ്ടുപോയി. മാണിക്കൂട്ടം വന്ന് ഇംഗ്ലീഷൊക്കെ അങ്ങ് കറക്കി വിടുക. യു ചീറ്റഡ് മീ, ഐ സെഡ് വാട്ട് ഐ മീൻ. You know, some people are wise, some otherwise. I fear you belong to the second category. Mind it. ധ്യാൻ ഒരാളുടെ അടുത്ത് പൊക്കനുണ്ട്, അത് വേറെ കാര്യം. പിന്നെ ധ്യാൻ വെള്ളത്തിൽ ചാടുണ്ട്. ധ്യാൻ വെള്ളത്തിൽ ചാടും. നടക്കാൻ വയ്യാതെ ധ്യാൻ വെള്ളത്തിൽ ചാടും. ചങ്കി കുത്തൻ തമാശ പറയില്ലേ ഗുബാജി? എന്റെ തല രക്ഷിക്കാൻ ഒരു മാർഗവും ഇല്ലേ? ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാവൻ? വിളിക്കേ. ലാലേട്ടൻ്റെ മെന്നെ ഇതൊക്കെ ഒരു ശാസ്ത്രമല്ലേ മെന്നെ. അപ്പോൾ ലാലേട്ടൻ അങ്ങനെ ഭയങ്കര കഴിവുണ്ട്. അത് വേറെ ലെവല് മനുഷ്യ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ പോലും. എടാ ബാബു, പുലി മുന്നോട്ട് ചാടുന്നതിന് മുമ്പ് ഒരു ചുവട് പിന്നോട്ട് പതുങ്ങും. അതുപോലെ ഇപ്പൊ ഞാൻ സ്വല്പം പുറകോട്ടാ, പക്ഷെ നാളെ ഞാൻ മുന്നോട്ട് കുതിക്കും. ധ്യാനിൻ്റെ കമനീയ ശേഖരത്തിലേക്ക് വീരം കൂടിയ ഒരു ഐറ്റം കൂടെ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. സാറിന്റെ ഓരോ പുതിയ പടം ഇറങ്ങുമ്പോഴും പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞ് ഞാൻ മടുത്തു സാർ.